ഇത്തവണ എൻ്റെ മക്കളൊക്കെ വന്നപ്പോൾ മക്കൾ ഞങ്ങളെ ഒറീസയിലെ പുരിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടുത്തെ ഏറ്റവും വലിയ പേര് കേട്ട ലോക അത്ഭുതങ്ങളിൽ ഒന്നെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു കൊനാർക്ക് ക്ഷേത്രം കാണാൻ പോയി. അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അത് ലോകാത്ഭുതങ്ങളിലൊന്നും പെടില്ലെങ്കിലും 1000 വർഷങ്ങൾക്ക് മുമ്പ് പണിതാണെന്ന് പറയണു. പല കിംവദന്തികളും കേൾക്കുന്നുണ്ട്. അത് നമുക്കറിയില്ല. അതിലെ വർക്കുകളും കൊത്തുവർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. വളരെ അത്ഭുതം തോന്നി. ഒറീസയുടെ പേര് കലിംഗദേശം എന്നായിരുന്നല്ലോ. കലിംഗ പ്രദേശം എന്ന് പറഞ്ഞാൽ കലിംഗ ആർക്കിടെക്ചറൽ വാല്യൂസ് ഉള്ള ടെമ്പിളാണ് ഈ കൊനാർക്ക് ക്ഷേത്രം അല്ലെങ്കിൽ സൂര്യക്ഷേത്രം. ഒരു രഥത്തിൻ്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത്. അതായത് രഥത്തിൽ 8 വടികൾ, ഇങ്ങനെ 8 കമ്പുകളുണ്ട്. അത് ടൈമിനെ കാണിക്കണു. 12 എണ്ണം അത് രാശികളെ കാണിക്കണു എന്നൊക്കെയാണ് പറയണത്. അതിൻ്റെ ചരിത്രം മുഴുവൻ എനിക്കറിയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു. പിന്നെ അതിൽ നമ്മുടെ 10 രൂപ നോട്ടിൽ കാണുന്ന ചക്രം, അതായത് നമ്മുടെ കൊനാർക്ക് ടെമ്പിളിലെ, അതായത് സൂര്യക്ഷേത്രത്തിലെ ഭിത്തിയിലുള്ള അതേ ചക്രമാണ്. പിന്നെ അങ്ങനെ അത്രയും പേര് കേട്ടതാണ് കൊനാർക്ക് ക്ഷേത്രം. ഇപ്പോൾ 1984 ഇതിന് യുനെസ്കോൻ്റെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട് ഈ ടെമ്പിളിന്. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു ടെമ്പിൾ ഞാൻ കണ്ടിട്ടില്ല. ചുറ്റുപാടും വലിയ കോംപ്ലക്സാണ്, വലിയ ഗാർഡനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത്രയധികം സൗകര്യങ്ങളുള്ള ഒരു അമ്പലം ഞാൻ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ ഹെറിറ്റേജും ഇന്ത്യയിലെ ആർക്കിടെക്ചറൽ വാല്യൂസും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ടെമ്പിളാണ് കൊനാർക്ക് ക്ഷേത്രം അഥവാ സൂര്യക്ഷേത്രം. അത്രയും ഭംഗിയുണ്ട് അവിടെ ചെന്ന് കാണുമ്പോൾ. ഇത് നമ്മൾ മിസ്സാക്കാൻ പാടില്ല. അതുമാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ആ പ്രതിഷ്ഠ, സൂര്യദേവൻ്റെ പ്രതിഷ്ഠയാണ്. സൂര്യദേവൻ്റെ പ്രതിഷ്ഠ ഇപ്പോൾ ആ മുൻവാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അതായത് ആദ്യമായിട്ട് വരുന്ന സൂര്യൻ്റെ ആദ്യമായിട്ട് വരുന്ന സൂര്യൻ്റെ കിരണങ്ങൾ ഏൽക്കുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രമായിരുന്നത്. പക്ഷേ അതിപ്പോൾ ആ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. പല രാജാക്കന്മാരും വന്ന്, പല ആൾക്കാരും വന്ന് ആക്രമിച്ച് അതിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കാണാൻ കൊള്ളാവുന്ന ഒരു ക്ഷേത്രമായിട്ട് സ്ഥിതി ചെയ്യുന്നു. അതിലധികം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു. മഴയായിട്ടും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓടി നടന്നിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അത്രയധികം തിരക്കുമായിരുന്നു. പക്ഷേ എന്നാലും നമുക്കൊന്നും യാതൊരു വിഷമവും തോന്നിയില്ല. ഇന്ത്യയുടെ ആർക്കിടെക്ചറും ഹെറിറ്റേജും കാണണമെങ്കിൽ ഈ ക്ഷേത്രം സന്ദർശിക്കുക തന്നെ വേണം. ഇത് താജ്മഹലും കുത്തബ് മിനാർ പോലെയുള്ള ടോപ്പ് മാർബിൾസിൽ ഒന്നാണ്. വളരെയധികം ഒരു നല്ല ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്. ഞങ്ങൾ കൊനാർക്ക് ടെമ്പിളിലാണ് പോയത്. വളരെ നല്ല പ്രസിദ്ധിയാർജിച്ച ഒരു ടെമ്പിളാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ ഇന്ത്യയിൽ. പക്ഷേ അത് നേരെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. അതിലത്തെ സ്കൾപ്ചേഴ്സ് കണ്ടാൽ അത്ഭുതം തോന്നി. ഇത്രയും നല്ലൊരു അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം ഞങ്ങൾ ഷോപ്പിംഗ് കുറേയൊക്കെ ചെയ്തു. വളരെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നല്ലതാണ്. പക്ഷേ അവരുടെ ബാർഗെയിനിങ് വളരെ കൂടുതലുണ്ട്. അത്രമാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പാർക്കിംഗ് സെൻറ്ററിലെത്തി. ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാൻ പോവാണ്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. സൗകര്യമുള്ളവരൊക്കെ വന്ന് കാണാം. ഞാൻ അത്രേ പറയുള്ളൂ. ഇതൊക്കെ വളരെ ഒരു റെയർ ഇൻസിഡൻ്റാണ്. അത് കാരണം കൊണ്ട് നിർത്തുന്നു. ഞാൻ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ന് നിങ്ങളുടെ സ്വന്തം സുധോദന ടീച്ചേഴ്സ് സ്നേഹപൂർവ്വം.